കേരള മാർഗദർശൻ മണ്ഡൽ സംഘടിപ്പിക്കുന്ന ധർമ്മ സന്ദേശയാത്രയുടെ മുന്നോടിയായി ശ്രീരാമ ജ്യോതി പ്രയാണവും പാതുക ശംഖാഭിഷേകവും സെപ്റ്റംബർ 7 മുതൽ 12 വരെ പാലക്കാട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹൈന്ദവ സമൂഹത്തിന് സംഭവിക്കുന്ന മൂല്യ ശോഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുവാനും പ്രതിരോധിക്കുവാനും കേരള മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ധർമ്മ സന്ദേശയാത്ര സംഘടിപ്പിക്കും. ധർമ്മ സന്ദേശയാത്രയ്ക്ക് മുന്നോടിയായി ശ്രീരാമ ജ്യോതി പ്രയാണവും ശ്രീരാമ പാതുക ശംഖാഭിഷേകവും സെപ്റ്റംബർ 7 മുതൽ 28 വരെ പാലക്കാട് പര്യടനം നടത്തുമെന്ന് രക്ഷാധികാരി സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവരുന്ന പാതുകവും കെടാവിളക്കുമാണ് ശ്രീരാമ ജ്യോതി പ്രയാണത്തിലുള്ളത്. അയോധ്യയിൽ നിന്നെത്തുന്ന കെടാവിളക്കിനും പാതുകത്തിനും സെപ്റ്റംബർ 5 വാളയാറിൽ സ്വീകരണം നൽകും. ചിന്മയ കൃഷ്ണക്ഷേത്രം, മാത്തൂർ അദ്വൈതാശ്രമം എന്നിവിടങ്ങളിലെ സന്ദർശനത്തിന് ശേഷം കൊല്ലങ്കോട്, ഒറ്റപ്പാലം, മണ്ണാർക്കാട്, പാലക്കാട് എന്നീ റവന്യൂ ജില്ലകളിൽ 5 ദിവസം വീതം പര്യടനം നടത്തും. ജില്ലയിലെ എല്ലാ മുഖ്യക്ഷേത്രങ്ങളിലും സന്ദർശനം നടത്തുന്ന യാത്രയിൽ ഭക്തർക്ക് ദർശനവും അനുഗ്രഹവും നേടാൻ അവസരമുണ്ടാകും. കേരളത്തിലെ പ്രമുഖ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്ര ഒക്ടോബർ 12 പാലക്കാട് എത്തിച്ചേരും. സന്ദേശയാത്രയുടെ ഭാഗമായി ഹിന്ദു മഹാസഭാ സമ്മേളനം നടക്കും. ഹൈന്ദവ മൂല്യങ്ങൾ തിരികെ പിടിക്കാനായി സന്യാസിമാർ ഒപ്പമുണ്ടെന്ന സന്ദേശം സമൂഹത്തിന് നൽകും. ഹൈന്ദവർ തന്നെ മൂല്യങ്ങൾ ഇല്ലാതാക്കുന്നതിനെതിരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി പറഞ്ഞു. സംഘാടക സമിതി അംഗങ്ങളായ പ്രസാദ് വെണ്ണക്കര, സി രവീന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു. ദീപം പകർന്ന് ഒരു ദിവസം അവിടെ വെച്ച് പൂജിച്ച് ആ ദീപജ്യോതിയും അതുപോലെ തന്നെ ഒരു പാതുകം നമ്മൾ ഇവിടുന്ന് നിർമ്മിച്ച് വെളി കൊണ്ടും മറ്റുമൊക്കെ കവർ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. അതും അവിടെ വെച്ച് രാമന്റെ മുമ്പിൽ വെച്ച് പൂജിച്ച് ആ പാതുകവും അവിടുന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവരികയാണ്. അപ്പൊ ആ പാതുകവും വിളക്കും സ്വീകരിക്കാനായിട്ട് നമ്മുടെ പാലക്കാട് നിന്ന് മഞ്ഞപ്പുറയിലെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ മഠാധിപതിയിലെ പൂർണ്ണാനന്ദ തീർത്ഥപാദർ എന്ന് കാണും, കൺവീനർ സ്വാമി പൂർണ്ണാനന്ദ തീർത്ഥപാദർ, അദ്ദേഹവും ഇതിലെ സെക്രട്ടറി മോക്ഷധാം ശ്രീമാൻ ഉണ്ണി, അവർ രണ്ടുപേരുമാണ് അവിടെ ചെന്ന് ഇത് റിസീവ് ചെയ്തിരിക്കുന്നത്. ഇന്നലെയാണ് അതിന്റെ രാവിലെ 7 മണിക്കായിരുന്നു അതിന്റെ റിസീവിങ്. ആ വലിയ ക്ഷേത്രത്തിന്റെ അകത്ത് ഫോട്ടോ എടുക്കാൻ പാടില്ല, അതുകൊണ്ട് പുറത്തു നിന്നുള്ള ഫോട്ടോകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇഷ്ടംപോലെ. അത് കഴിഞ്ഞ് ഭരതൻ നന്ദിഗ്രാമിൽ വെച്ച് ഭഗവാന്റെ പാതുകം വെച്ച് പൂജിച്ച ആ ക്ഷേത്രത്തിലും ചെന്ന് വീണ്ടും അവിടെയും വെച്ച് പൂജിച്ചു. എന്നിട്ട് അവിടുന്ന് ഈ പാതുകവും ദീപവും നമ്മൾ ഇവിടുന്ന് പോയിട്ടുള്ള കാറുണ്ട്, ഇന്നോവ കാറില് ഈ ദീപത്തെ തന്നെ 3 ദീപമായിട്ട് കെടാതിരിക്കാൻ വേണ്ടി, ഏതെങ്കിലും ഒന്ന് കെട്ടാലും അടുത്തത് കൊടുത്താൻ വേണ്ടി 3 എണ്ണമായിട്ട് 3 പെട്ടികളായി നന്നായി ഫിക്സ് ചെയ്ത് വണ്ടിയിൽ പ്രിസർവ് ചെയ്ത് രാവും പകലും വണ്ടി ഓടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നാളെ വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി നമ്മുടെ വാളയാർ നടക്കും. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.